Welcome to Forward Steps Vlogs. This is the 8th part of questions and answers related to Kerala Treasury Code and Kerala Account Test conducted by Kerala Public Service Commission. If this part is useful, then please subscribe and like the channel and enable bell icon for notification. Good luck. റിട്ടയർ ചെയ്ത ഗസറ്റഡ് സർക്കാർ ജീവനക്കാരുടെ ഏതൊരു ക്ലെയിമും സ്പെഷ്യൽ ഓഡിറ്റോടുകൂടി ഡാഷ് അനുവദിച്ചു നൽകും? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ. ലുണാറ്റിക്കായി മജിസ്ട്രേറ്റ് പ്രഖ്യാപിച്ചിട്ടുള്ള സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും അലവൻസുകളും നൽകുന്നത് ഏതു റൂൾ പ്രകാരം? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 186A പ്രകാരം. കോഡ് ഡിപ്പോസിറ്റിന്റെ റീഫണ്ട് എപ്രകാരമാണ് അനുവദിക്കപ്പെടുക? ഉത്തരം ബന്ധപ്പെട്ട കോടതി ഉത്തരവ് പ്രകാരം. റിട്ടയർ ചെയ്ത ഗസറ്റഡ് ജീവനക്കാരുടെ ക്ലെയിമുകൾ ഡാഷ് പ്രകാരം സ്പെഷ്യൽ ഓഡിറ്റിന് വിധേയമായാണ് അനുവദിച്ചു നൽകുന്നത്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 182(3) പ്രകാരം. പ്രീ ചെക്ക് ചെയ്യുന്ന ബില്ലിന്മേലുള്ള ഒബ്ജക്ഷനുകൾ ട്രഷറി ഓഫീസർ രേഖപ്പെടുത്തുന്നത് എപ്രകാരം? ഉത്തരം ഫോം 73 രേഖപ്പെടുത്തി ഡ്രോയിംഗ് ഓഫീസറെ അറിയിക്കും. പ്രീ ഓഡിറ്റ് ചെയ്ത ബില്ലുകളിൽ മേലുള്ള അക്കൗണ്ടന്റ് ജനറലിന്റെ ഓതറൈസേഷൻ കാലയളവ്? ഉത്തരം 3 മാസം. മരണമടഞ്ഞ ജീവനക്കാരന്റെ ക്ലെയിമുകൾ പരിശോധിച്ച് സെറ്റിൽ ചെയ്യുന്നത് ഏത് റൂൾ പ്രകാരമാണ്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 212A പ്രകാരം. ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നാൽ എന്ത്? ഉത്തരം മറ്റൊരു ഹെഡ് ഓഫ് അക്കൗണ്ടിലേക്ക് പേയ്മെന്റ് നടത്തുന്നത്. ട്രഷറി ബിൽ ബുക്കിന്റെ കസ്റ്റോഡിയൻ ആര്? ഉത്തരം ഡ്രോയിങ് ആൻഡ് ഡിസ്പേഴ്സിംഗ് ഓഫീസർ. ഒരു ഗസറ്റഡ് ജീവനക്കാരന്റെ അവസാന ശമ്പളം ബിൽ മാറുന്നതിനുള്ള നടപടികൾ ഏത് റൂളിലാണ് പ്രതിപാദിച്ചിരിക്കുന്നത്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 212A പ്രകാരം. ട്രഷറി ബിൽ ബുക്ക് ഉപയോഗിക്കുന്നത് എപ്പോൾ വരെയാണ്? ഉത്തരം ഒരു സാമ്പത്തിക വർഷത്തിന്റെ അവസാനം വരെ. ഒരു ബില്ലിൽ നിന്നും ഡിഡക്റ്റ് ചെയ്ത തുകയിന്മേൽ ട്രഷറി ഓഫീസർ സ്വീകരിക്കേണ്ടുന്ന നടപടികൾ വ്യക്തമാക്കുന്ന റൂൾ ഏത്? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 211 പ്രകാരം. ഒരു ഗസറ്റഡ് ഓഫീസറുടെ ആവർത്തിത സ്വഭാവമില്ലാത്ത പേയ്മെന്റുകളിൽ മേലുള്ള അക്കൗണ്ടന്റ് ജനറലിന്റെ ഓതറൈസേഷൻ പീരീഡിന്റെ കാലയളവ്? ഉത്തരം 3 മാസം. പെൻഷനർ മസ്റ്ററിംഗ് നടത്തേണ്ടുന്ന കാലയളവ്? ഉത്തരം വർഷത്തിലൊരിക്കൽ. പെൻഷനറുടെ ലൈഫ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടുന്ന കാലാവധി? ഉത്തരം വർഷത്തിലൊരിക്കൽ. പൊളിറ്റിക്കൽ പെൻഷൻ പേയ്മെന്റ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണ്? ഉത്തരം ട്രഷറി ഓഫീസർക്ക്. എത്ര വർഷത്തിലധികരിച്ച് വാങ്ങാതിരുന്നാൽ പൊളിറ്റിക്കൽ പെൻഷൻ നിലച്ചുപോകും? ഉത്തരം 6 വർഷത്തിലധികം. സർവീസ് പെൻഷൻ 3 വർഷം വാങ്ങാതിരുന്നാൽ നിലച്ചുപോകുമെന്ന് ഏത് റൂൾ പ്രകാരം വ്യവസ്ഥ ചെയ്തിരിക്കുന്നു? ഉത്തരം കേരള ട്രഷറി കോഡ് വോളിയം 1 റൂൾ 295A പ്രകാരം. പെൻഷൻ പേയ്മെന്റ് ഓർഡർ ഇഷ്യൂ ചെയ്യുന്നത് ആര്? ഉത്തരം അക്കൗണ്ടന്റ് ജനറൽ.
തസ്തികയുടെ തുടർച്ചാനുവാദം പൂർത്തിയായാൽ ഗസറ്റഡ് ഓഫീസർക്ക് അക്കൗണ്ടന്റ് ജനറലിന്റെ പേ സ്ലിപ്പ് ഇല്ലാതെ എത്ര നാൾ വരെയാണ് ശമ്പളം മാറാവുന്നത്? ഉത്തരം 3 മാസം വരെ. സ്വന്തം ശമ്പള ബില്ലും എസ്റ്റാബ്ലിഷ് പേ ബില്ലും കൗണ്ടർ സിഗ്നേച്ചർ കൂടാതെ സ്വയം മാറാൻ കഴിയുന്ന നോൺ ഗസറ്റഡ് ഓഫീസർ. ഉത്തരം എക്സൈസ് ഇൻസ്പെക്ടർ. ഒരു ഗസറ്റഡ് ഓഫീസർ രാജിവെച്ച് പുനർനിയമനം ലഭിച്ചതിനു ശേഷമോ തടഞ്ഞുവെച്ച ശമ്പളം നൽകുമ്പോഴോ ആദ്യ ശമ്പള ബിൽ സമർപ്പിക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടി എന്ത്? ഉത്തരം ഹെൽത്ത് സർട്ടിഫിക്കറ്റ് രേഖപ്പെടുത്തണം. ഒരു ലോക്കൽ ഫണ്ടിൽ നിന്നും സർക്കാരിലേക്കോ സർക്കാരിൽ നിന്ന് ലോക്കൽ ഫണ്ടിലേക്കോ സ്ഥലം മാറുന്ന ജീവനക്കാരൻ്റെ ജോയിനിങ് ടൈം ശമ്പളം എവിടെ നിന്നും മാറണം? ഉത്തരം ട്രാൻസ്ഫറായി ചെയ്യുന്ന പുതിയ ഓഫീസിൽ നിന്നും. കണ്ടീജന്റ് ബില്ലിൽ ശമ്പളം മാറുന്ന ജീവനക്കാർ. ഉത്തരം സ്വീപ്പർ കം അറ്റൻഡൻസ്. ഒരു ഗസറ്റഡ് ഓഫീസർക്ക് പ്രമോഷന് മുമ്പ് തൻ്റെ നോൺ ഗസറ്റഡ് തസ്തികയിലുള്ള ഏതെങ്കിലും കുടിശ്ശിക തുകകൾ ലഭിക്കുവാനുണ്ടെങ്കിൽ സ്വീകരിക്കുന്ന നടപടി. ഉത്തരം പഴയ ഓഫീസിലെ ഡ്രോയിങ് ഓഫീസർ തുക മാറിയെടുത്ത് വിതരണം നടത്തണം. കോളേജ് ഫീസുകൾ റീഫണ്ട് ചെയ്യപ്പെടുന്നത് എങ്ങനെ? ഉത്തരം കോളേജ് പ്രിൻസിപ്പൽ തുക മാറി വിതരണം നടത്തണം. നിക്ഷേപമായി സ്വീകരിക്കുകയും എന്നാൽ ട്രഷറിയിൽ വിശദാംശങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യാത്ത സർക്കാർ അക്കൗണ്ടിലുള്ള തുക തിരികെ നൽകുന്നതിനുള്ള നടപടി എങ്ങനെയാണ്? ഉത്തരം അക്കൗണ്ടന്റ് ജനറലിന്റെ അനുവാദത്തോടു കൂടി. കണ്ടിജന്റ് ബില്ലുകളിലുള്ള എൻഡോഴ്സ്മെന്റ് ലാപ്സ് ആകുമോ? ഉത്തരം കണ്ടിജന്റ് ബില്ലുകളിലുള്ള എൻഡോഴ്സ്മെന്റ് സർക്കാർ നിർത്തലാക്കിയിട്ടുള്ളതാണ്. സ്കോളർഷിപ്പ്, സ്റ്റൈപ്പൻഡ് എന്നിവയുമായി ബന്ധപ്പെട്ട ബില്ലുകൾ ട്രഷറി ഓഫീസർ പാസാക്കുന്നത്. ഉത്തരം ബന്ധപ്പെട്ട അധികാരികളിൽ നിന്നും അനുവാദ ഉത്തരവുകൾ ലഭിക്കുന്ന മുറയ്ക്ക്. സർക്കാർ കണക്കിലുണ്ടായിരുന്ന ലാപ്സ് ഡിപ്പോസിറ്റ് തിരികെ നൽകുന്നത് ഏത് കണക്കിലാണ് ഉൾപ്പെടുത്തുന്നത്? ഉത്തരം മിസ്ലേനിയസ് റീഫണ്ടിൽ. ഒരു ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്നും റിക്കവറി നടത്തുന്നതിന് കോടതി ഉത്തരവാക്കുകയും റിക്കവറി ഒഴിവാക്കുന്നതിനായി ജീവനക്കാരൻ ശമ്പളം ക്ലെയിം ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായാൽ സ്വീകരിക്കുന്ന നടപടി. ഉത്തരം നിയന്ത്രണ ഉദ്യോഗസ്ഥർ ശമ്പള ബിൽ തയ്യാറാക്കി മാറിയെടുക്കുകയും തുക റിക്കവറി നടത്തി കോടതിയിൽ അടയ്ക്കുകയും ചെയ്യണം. മരണമടഞ്ഞ ജീവനക്കാരന്റെ ശമ്പള കുടിശ്ശിക അനുവദിച്ചു കൊടുക്കുന്നതിന് നിയമാനുസരണം അനന്തരാവകാശികൾ അപേക്ഷ സമർപ്പിച്ചാലുള്ള നടപടി. ഉത്തരം ഓഫീസ് തലവൻ തുക മാറി അവകാശികൾക്ക് വിതരണം നടത്തണം. ബില്ലിന്റെ ഡ്യൂപ്ലിക്കേറ്റിലുള്ള നോട്ട് പേയബിൾ കോപ്പി എന്നാൽ എന്ത്? ഉത്തരം കൈപ്പറ്റിയിട്ടില്ലാത്ത ബിൽ തുകയുടെ കളർ പേപ്പറിൽ തയ്യാറാക്കിയ ഡ്യൂപ്ലിക്കേറ്റ്. ക്യാഷ് ഓർഡർ ലാപ്സ് ആകുന്നത് എപ്പോൾ? ഉത്തരം ഇഷ്യൂ ചെയ്ത് 3 മാസത്തിനുള്ളിൽ മാറിയെടുക്കാതിരുന്നാൽ. ഒരു ഗസറ്റഡ് തസ്തികയിലുള്ള ജീവനക്കാരന്റെ റിട്ടയർമെന്റ് സമയത്ത് അവസാന ശമ്പള ബിൽ മാറുന്നതിനുള്ള നടപടിക്രമം. ഉത്തരം ജീവനക്കാരൻ ബിൽ തയ്യാറാക്കി ഡിപ്പാർട്ട്മെന്റ് തലവൻ അയക്കുകയും ഡിപ്പാർട്ട്മെന്റ് തലവൻ ബിൽ കൗണ്ടർ സൈൻ ചെയ്ത് ആവശ്യമായ സർട്ടിഫിക്കറ്റ് സഹിതം ബന്ധപ്പെട്ട ട്രഷറി ഓഫീസർക്ക് അയക്കുകയും അതിനോടൊപ്പം ജീവനക്കാരൻ അയച്ചിരുന്ന ഇൻറ്റിമേഷൻ ട്രഷറിയിൽ ഹാജരാക്കി തുക മാറിയെടുക്കുകയും ചെയ്യണം. എപ്പോഴൊക്കെയാണ് ട്രഷറി ബിൽ ബുക്ക് ട്രഷറിയിൽ സമർപ്പിക്കേണ്ടത്? ഉത്തരം ഓരോ ബില്ലിനോടൊപ്പവും. ആവർത്തന സ്വഭാവമില്ലാത്ത ഒരു പേയ്മെന്റ് നടത്തുന്നതിനായുള്ള ബിൽ അക്കൗണ്ടന്റ് ജനറൽ പാസാക്കിയാൽ എപ്പോൾ ക്യാഷ് ചെയ്യണം?
ഉത്തരം ഉത്തരവിറങ്ങി 3 മാസത്തിനുള്ളിലോ സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തിന് മുൻപോ. സബ് ട്രഷറി മുഖേന പേയ്മെന്റ് നടത്തുന്നതിന് അക്കൗണ്ടന്റ് ജനറൽ ഉത്തരവിറക്കിയാൽ. ഉത്തരം ഉത്തരവ് ജില്ലാ ട്രഷറി മുഖേന അയച്ചു കൊടുക്കും. ട്രഷറി ഓഫീസർക്ക് ചെക്കിന്മേൽ പേയ്മെന്റ് നടത്താൻ കഴിയുന്നത് എപ്പോഴാണ്? ഉത്തരം ചെക്കിൽ പണം കൈപ്പറ്റേണ്ട ആൾ ഒപ്പിട്ട് സമർപ്പിക്കുമ്പോഴോ അഥവാ എൻഡോഴ്സ് ചെയ്ത് ലഭിച്ചയാൾ ഒപ്പിട്ട് സമർപ്പിക്കുമ്പോഴോ. കോടതി ഉത്തരവ് പ്രകാരം ബാങ്കിന് തിരികെ നൽകാൻ ഉത്തരവിട്ട ഡെപ്പോസിറ്റ് രസീതിൽ ആരാണ് കൗണ്ടർ സൈൻ ചെയ്യേണ്ടത്? ഉത്തരം ട്രഷറി ഓഫീസർ. ഉപയോഗിക്കാതെ തിരികെ ഏൽപ്പിക്കപ്പെട്ട ചെക്ക് ലീഫുകൾ ആരുടെ സാന്നിധ്യത്തിലാണ് നശിപ്പിക്കപ്പെടേണ്ടത്? ഉത്തരം ട്രഷറി ഡെപ്യൂട്ടി ഡയറക്ടറുടെ. മുൻ സാമ്പത്തിക വർഷം നൽകുകയും എന്നാൽ പിന്നീടുള്ള സാമ്പത്തിക വർഷം പേയ്മെന്റ് നടത്തുകയും ചെയ്യപ്പെട്ട ചെക്കുകളുടെ സ്റ്റേറ്റ്മെന്റ് ട്രഷറി ഡയറക്ടർ ആർക്ക് എപ്പോൾ നൽകും? ഉത്തരം ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റിന് ഓരോ വർഷവും ജൂലൈ 31 മുൻപ് നൽകും. ഒരു ഡിവിഷണൽ ഓഫീസറെ ഒന്നിലധികം ട്രഷറിയിൽ നിന്നും പണം പിൻവലിക്കാൻ അനുവദിച്ചാൽ ക്രെഡിറ്റ് ലിമിറ്റ് എപ്രകാരം നിശ്ചയിക്കും? ഉത്തരം ഓരോ ജില്ലാ ട്രഷറിയുമായി പ്രത്യേകം ക്രെഡിറ്റ് ലിമിറ്റ് ക്ലിപ്തപ്പെടുത്തും. പെൻഷനർക്ക് അനുവദിച്ചു കൊടുക്കേണ്ട പെൻഷൻ ഒരു ദൂതനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനുള്ള നടപടി. ഉത്തരം പെൻഷനറുടെ അധികാരപത്രവും ലൈഫ് സർട്ടിഫിക്കറ്റും സഹിതം ഒപ്പിട്ട റെസിപ്റ്റ് ലഭിച്ചാൽ വിതരണം നടത്താം. പെൻഷൻ വിതരണം ട്രഷറിയിൽ നിന്നും വിതരണം നടത്തണമെങ്കിൽ ആരുടെ ഉത്തരവ് ലഭിക്കണം? ഉത്തരം അക്കൗണ്ടന്റ് ജനറലിന്റെ. മരണമടഞ്ഞ പെൻഷനറുടെ പെൻഷൻ അവകാശിക്ക് നൽകുന്നതിനുള്ള നടപടിക്രമം എന്ത്? ഉത്തരം നിയമാനുസരണമുള്ള അനന്തരാവകാശി, പിന്തുടർച്ച അവകാശ സർട്ടിഫിക്കറ്റ്, പെൻഷൻ പേയ്മെന്റ് ഓർഡർ എന്നിവ സമർപ്പിക്കുമ്പോൾ. പെൻഷനർ വിദേശത്തായിരിക്കുമ്പോൾ പെൻഷൻ നൽകുന്നതിനുള്ള നടപടി എങ്ങനെയാണ്? ഉത്തരം നിയമാനുസരണമുള്ള പവർ ഓഫ് അറ്റോർണി റിസർവ് ബാങ്കിന്റെ അനുവാദത്തോടെ സമർപ്പിക്കണം. സിവിൽ പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷനർ മരിച്ചാൽ ഡിസ്പേഴ്സിംഗ് ഓഫീസർ ആർക്ക് റിപ്പോർട്ട് ചെയ്യണം? ഉത്തരം അക്കൗണ്ടന്റ് ജനറലിന്. ഒരു കാര്യത്തിനായി സർക്കാരിലേക്ക് തുക അടയ്ക്കുന്നതിന് സമർപ്പിക്കുന്ന ചെലാനിൽ എന്തൊക്കെ രേഖപ്പെടുത്തിയിരിക്കണം? ഉത്തരം അക്കൗണ്ട് ഹെഡ്, അടയ്ക്കുന്നതിന്റെ പൊതു ആവശ്യം, തുക എന്നിവ. ബില്ലിന്റെ പരിശോധനയിൽ കാണുന്ന ഒബ്ജക്ഷനുകൾ ട്രഷറി ഓഫീസർ റെക്കോർഡ് ചെയ്യുന്ന ഫോം ഏത്? ഉത്തരം ഫോം TR 73. ഹെഡ് മാസ്റ്റർ തൻ്റെ സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ട്രഷറിയിൽ അടയ്ക്കുന്ന തുകയ്ക്ക് ഓരോ കുട്ടിയുടെയും പേരിൽ വ്യക്തിഗത റെസിപ്റ്റ് ആവശ്യപ്പെട്ടാൽ നൽകാൻ കഴിയുമോ? ഉത്തരം ഇല്ല. ആകെ റെമിറ്റൻസിനായി ഒരു റെസിപ്റ്റ് മാത്രമേ നൽകേണ്ടതുള്ളൂ. ഒരു സർക്കാർ ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്നും റിക്കവറി നടത്തുന്നതിന് വന്ന കോടതി ഉത്തരവ് നടത്തുന്നതിന് മുൻപായി തന്നെ വീണ്ടുമൊരു റിക്കവറി ഉത്തരവ് കൂടി ലഭിച്ചാൽ ശമ്പള വിതരണ ഉദ്യോഗസ്ഥൻ സ്വീകരിക്കേണ്ടുന്ന നടപടി എന്ത്? ഉത്തരം ഉത്തരവുകൾ പ്രകാരമുള്ള 2 റിക്കവറികളും നിയമാനുസരണമുള്ള പരിധിക്കുള്ളിൽ ക്ലിപ്തപ്പെടുത്തിക്കൊണ്ട് നടപ്പാക്കണം. ഒരേ അവസരത്തിൽ പണമായോ ചെക്കായോ അനവധി പേയ്മെന്റുകൾ നടത്തിയാൽ ഓരോ ഇനത്തിനും വ്യക്തിഗത റെസിപ്റ്റുകൾ ആവശ്യപ്പെടാൻ കഴിയുമോ? ഉത്തരം ഇല്ല. സിംഗിൾ റെസിപ്റ്റ് മാത്രമേ ലഭിക്കുകയുള്ളൂ. ഒരു ട്രഷറിയിൽ നിന്നും ബിൽ മാറുന്നതിന് അധികാരപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ടത് എന്താണ്? ഉത്തരം സ്പെസിമെൻ സിഗ്നേച്ചർ കാർഡ് ഒപ്പിട്ട് സാക്ഷ്യപ്പെടുത്തി നിശ്ചിത ട്രഷറിയിൽ സമർപ്പിക്കണം.
അവധിയിൽ കഴിഞ്ഞിരുന്ന ഗസറ്റഡ് ഓഫീസർ സ്ഥലം മാറ്റം കാരണത്താൽ മുൻ അവധി ശമ്പളം എപ്രകാരം എവിടെ നിന്ന് മാറിയെടുക്കണം? ഉത്തരം പുതിയ തസ്തികയുടെ ശമ്പളം മാറുന്ന ട്രഷറിയിൽ നിന്നും. നോൺ ഗസറ്റഡ് തസ്തികയിലുള്ള ഒരു ജീവനക്കാരന്റെ ശമ്പളവും അലവൻസുകളും എവിടെ നിന്നാണ് മാറുന്നത്? ഉത്തരം ഡ്രോയിങ് ഓഫീസർ എവിടെയോ അവിടെ നിന്നും. ശമ്പള കുടിശ്ശിക സാധാരണ പ്രതിമാസ ശമ്പളത്തോടൊപ്പം മാറാൻ കഴിയുമോ? ഉത്തരം കഴിയില്ല. പ്രത്യേക ബില്ലിൽ കുടിശ്ശിക ശമ്പളം ക്ലെയിം ചെയ്യണം. കുടിശ്ശിക ബില്ലുകളിൽ ഡ്രോയിങ് ഓഫീസർ രേഖപ്പെടുത്തേണ്ടുന്ന സർട്ടിഫിക്കറ്റുകൾ എന്ത്? ഉത്തരം ബിൽ തുക മുൻപ് മാറിയെടുത്തിട്ടില്ലെന്നും ആവശ്യമായ രേഖപ്പെടുത്തലുകൾ ബില്ലിന്റെ ഓഫീസ് കോപ്പികളിൽ വരുത്തിയിട്ടുണ്ടെന്നും. ഗസറ്റഡ് തസ്തികയിൽ നിന്നും നോൺ ഗസറ്റഡ് തസ്തികയിലേക്ക് റിവേർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്റെ ശമ്പള കുടിശ്ശിക മാറുന്നതിന് LPC ആവശ്യമാണോ? ഉത്തരം ആവശ്യമല്ല. ഗസറ്റഡ് കൺട്രോളിംഗ് ഓഫീസറുടെ പേ സ്ലിപ്പും കൗണ്ടർ സൈൻ ചെയ്ത ബില്ലിന്റെയും അടിസ്ഥാനത്തിൽ ബിൽ മാറാം. കണ്ടീജന്റ് സ്റ്റാഫിന്റെ ശമ്പളവും അലവൻസുകളും മാറുന്ന ബിൽ ഏത്? ഉത്തരം കണ്ടീജന്റ് ബിൽ. ഒരു പ്രൈവറ്റ് ബിൽഡിംഗിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസിന്റെ വാടക ക്ലെയിം ചെയ്തുകൊണ്ട് സാമ്പത്തിക വർഷാരംഭത്തിൽ സമർപ്പിക്കുന്ന ആദ്യ ബില്ലിൽ ഡ്രോയിങ് ഓഫീസർ ഉൾപ്പെടുത്തേണ്ടുന്ന സർട്ടിഫിക്കറ്റിന്റെ വിശദീകരണം. ഉത്തരം തന്റെ അധികാരപരിധിയിൽ അനുയോജ്യമായ സർക്കാർ കെട്ടിടം ലഭ്യമല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള PWD എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ സർട്ടിഫിക്കറ്റ്. പ്രൊട്ടക്റ്റീവ് എൻഡോഴ്സ്മെന്റ് എഴുതേണ്ടതില്ലാത്ത ഇടപാട് ഏത്? ഉത്തരം ട്രഷറി സേവിങ്സ് ബാങ്കുമായി ബന്ധപ്പെട്ട പേയ്മെന്റ്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റിന്റെ മറ്റ് സിലബസുകളുടെ വീഡിയോ ലഭിക്കുന്നതിനുള്ള ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനും അഭ്യർത്ഥിക്കുന്നു.